ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആഴ്സണൽ ഇത്തവണ ക്വാഡ്രാപ്പിൾ അടിക്കുമോ എന്ന്. അതായത് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും FA കപ്പും കരാബാവ് കപ്പും എല്ലാം കൂടി ഗണ്ണേഴ്സ് തൂക്കുമെന്ന്. പക്ഷെ ഫുട്ബോൾ ചിലപ്പോഴൊക്കെ വലിയ ക്രൂരനാണ്. വെറും 14 ദിവസത്തിനുള്ളിൽ ആഴ്സണലിന്റെ ആ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സൗതാംപ്ടന്റെ ഒഫീഷ്യൽ എക്സ് പേജിൽ ഒരു ആഴ്സണൽ ആരാധകന് കൊടുത്ത മറുപടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കൊടാപ്പിൾ നന്നായി ആഘോഷിക്കൂ സുഹൃത്തെ എന്നായിരുന്നു അത്. അപ്രതീക്ഷിതമായി ഒരു വലിയൊരു തോൽവിക്ക് ശേഷം ഇതിലും വലിയൊരു പരിഹാസം വേറെ കിട്ടാനുണ്ടോ? ആഴ്സണൽ ചരിത്രം ആവർത്തിക്കുകയാണോ? അവസാനം കൊണ്ടുപോയി കലമുടക്കുന്ന ഒരു സ്വഭാവം ആഴ്സണലിന് എല്ലായ്പ്പോഴും ഉണ്ട്. അത് ഈ സീസണിലും ആവർത്തിക്കുമോ എന്ന പേടിയിലാണ് ആഴ്സണൽ ആരാധകർ. സത്യം പറഞ്ഞാൽ സൗതാംപ്ടനെതിരെ ആഴ്സണൽ ജയിക്കുമെന്ന് തന്നെയായിരുന്നു ഒരുവിധം എല്ലാ ആഴ്സണൽ ഫാൻസിന്റെയും പ്രതീക്ഷ. കളി നോക്കിയാൽ 70% പന്തടക്കം ആഴ്സണലായിരുന്നു. പക്ഷെ ചില നിർണായക സമയങ്ങളിൽ കലമെടുക്കുന്ന പതിവ് ആഴ്സണൽ മറന്നിട്ടില്ലെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചു. കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ റോസ്റ്റോട്ട് സൗതാംപ്ടനെ മുന്നിൽ എത്തിച്ചിരുന്നു. രണ്ടാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ സ്വീഡിഷ് താരം വിക്ടർ യോക്കറസ് ആഴ്സണലിനെ ഒപ്പമെത്തിച്ചപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഇതാ ഗണ്ണേഴ്സ് തിരിച്ചു വരുമെന്ന്. പക്ഷെ കളി തീരാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഷിയ ചാൾസ് സൗതാംപ്ടന്റെ രണ്ടാം ഗോൾ നേടി. അതോടെ ആഴ്സണൽ ഔട്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സീസണിൽ ആദ്യമായാണ് ആഴ്സണൽ ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ തോൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കരാബാവ് കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോടൊറ്റ തോൽവിക്ക് ശേഷം അടുത്ത മത്സരത്തിൽ സൗതാംപ്ടനെ പോലെ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഒരു ടീമിനോട് ആഴ്സണൽ തോൽക്കുമെന്ന് കടുത്ത ആഴ്സണൽ ഹേറ്റേഴ്സ് പോലും കരുതി കാണില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഴ്സണൽ ഇറക്കിയത് അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീമിനെ ആയിരുന്നില്ല എന്നത് സത്യമാണ്. 7 മാറ്റങ്ങളാണ് അർട്ടേറ്റ ഈ ടീമിൽ വരുത്തിയത്. ഡെക്ലാൻ റൈസ്, ബുക്കായോ സാക്ക, ട്രൊസാർഡ് ഇവരൊന്നും സ്ക്വാഡിൽ പോലുമില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ പരിക്കാണ് മെയിൻ പ്രശ്നം. ഇന്റർനാഷണൽ ബ്രേക്കിന് തൊട്ടു മുമ്പ് 11 കളിക്കാരാണ് ആഴ്സണലിൽ നിന്നും പരിക്കേറ്റ് പിന്മാറിയത്. പോരാത്തതിന് കളിക്കിടയിൽ ഗബ്രിയേൽ മാൽഗീസിന് മുട്ടിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നത് ആഴ്സണൽ ആരാധകരെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. കാരണം പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ആഴ്സണലിന് മുമ്പിലുണ്ട്. മെയിൻ ഡിഫൻഡർമാർക്ക് പരിക്കേറ്റാൽ കാര്യങ്ങൾ ഇനിയും വഷളാകും. മുൻ താരം തിയോ വാൽക്കോട്ട് ആഴ്സണലിന് ഒരു ഉപദേശം നൽകുന്നുണ്ട്. ടച്ച് ലൈനിൽ നിൽക്കുന്ന അർട്ടേറ്റയെ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ടെൻഷൻ വ്യക്തമാണ്. ആ ഒരു നെർവസ് എനർജി ടീമിലേക്കും പടരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 3 സീസണുകളിലും സെക്കൻഡ് ആയി പോയതിന്റെ ഒരു പേടി ആഴ്സണലിന്റെ ഉള്ളിലുണ്ടോ എന്ന് തിയോ വാൽക്കോട്ട് സംശയിക്കുന്നു. പക്ഷെ അർട്ടേറ്റ തന്റെ പിള്ളേരെ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ എന്റെ പ്ലേയേഴ്സിനെ സ്നേഹിക്കുന്നു. ഈ തോൽവിക്ക് ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സമയത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് ഒരു നല്ല ലീഡറുടെ ലക്ഷണം തന്നെയാണ്. ഇനി നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നോക്കാം. ആഴ്സണൽ FA കപ്പിൽ നിന്നും പുറത്തായ അതേ ദിവസം സിറ്റി ലിവർപൂളിനെ 4-0 തൂഫാനാക്കി സെമിയിൽ കയറി. അവർ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഏപ്രിൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച് ആഴ്സണലും സിറ്റിയും തമ്മിൽ ഒരു ജഗജില്ലി പോരാട്ടമുണ്ട്. മിക്കവാറും ആ കളി തന്നെയായിരിക്കും ഇത്തവണ ലീഗ് വിജയികളെ തീരുമാനിക്കുക. ആഴ്സണൽ ഇപ്പോൾ 9 പോയിന്റ് ലീഡുണ്ടെങ്കിലും സിറ്റിയുടെ ഈ പോക്ക് കാണുമ്പോൾ ഗണ്ണേഴ്സ് ആരാധകർക്ക് ശരിക്കും നെഞ്ചിടിപ്പ് കൂടും. കാരണം സിറ്റിക്ക് തോൽക്കാൻ അറിയില്ല എന്ന അവസ്ഥയാണിപ്പോൾ. FA കപ്പിൽ നിന്ന് പുറത്തായ ആഴ്സണലിന് ഇതിന്റെ ഒരു മറുവശമുണ്ട്. ഇനി ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും ആഴ്സണലിന് കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എന്തായിരിക്കും ആഴ്സണൽ ആരാധകർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്? ചാമ്പ്യൻസ് ലീഗോ പ്രീമിയർ ലീഗോ നേടി ഒരു മേജർ കിരീടം നേടിയിട്ടില്ല എന്ന ചീത്തപ്പേര് ആഴ്സണൽ ഈ വർഷമെങ്കിലും ഇല്ലാതാക്കുമോ? അതോ എല്ലാ തവണത്തെയും പോലെ അവസാന നിമിഷം കലമുടച്ച് ആരാധകർക്ക് നിരാശ സമ്മാനിക്കുമോ? ഏതായാലും കാത്തിരുന്ന് കാണാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.